എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വൈൻ എന്ന് പറയുന്ന പാക്കേജ് എങ്ങനെയാണ് ഉബുണ്ടു ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന്. കാരണം ഈ വൈൻ എന്ന് പറയുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ EXE ഫയലുകൾ എക്സ്റ്റൻഷൻ വരുന്ന ഫയലുകൾ ഫോഴ്സ് ചെയ്ത് ഉബുണ്ടു ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇൻസ്റ്റാൾ അല്ലാത്ത പക്ഷം നമുക്ക് ഉബുണ്ടുവിൻ്റെ രീതിയിലുള്ള ഫയലുകൾ മാത്രമേ, അതായത് ഉബുണ്ടുവിൻ്റെ എക്സ്റ്റൻഷനുള്ള ഫയലുകൾ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അതിലേക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. നമ്മൾ വൈൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ആക്കുക. അപ്പം ഞാൻ അതിനകത്ത് വൈൻ ലിനക്സ് എന്ന് നമ്മൾ സെർച്ചിൽ ടൈപ്പ് ചെയ്യണം. അപ്പം അത് വരുന്ന സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ www.winehq.org എന്ന് പറയുന്ന സൈറ്റാണ്. അത് മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റിലെ തന്നെ വരും, ഫസ്റ്റ് സെർച്ച് റിസൾട്ടായിട്ട് വരും. അപ്പോൾ അതിനകത്ത് വരുന്നത് വൈൻ HQ റൺ വിൻഡോസ് ആപ്ലിക്കേഷൻ ഓൺ ലിനക്സ് ബേസ്ഡ് ലിനക്സ് BSD ഓർ സൊളാരിസ് എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ആ സൈറ്റിൽ ഓപ്പൺ ആക്കുക. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വൈനിനെ കുറിച്ച് വാട്ട് ഈസ് വൈൻ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫങ്ഷനുകളും അതിൻ്റെ കാര്യങ്ങളും അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഡീറ്റെയിൽസുകൾ ഈ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ പുതിയ റിലീസും വേറെ അപ്ഡേഷനുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്, ഒരു റേഡിയോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. കഴിയുമ്പോഴത്തേക്കിനും ഡൗൺലോഡ് ഓപ്ഷനിൽ പോകുമ്പോൾ അതിനകത്ത് ആദ്യമേ തന്നെ സപ്പോർട്ടഡ് വൈൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട്. അതിനുശേഷം വൈൻ HQ ബൈനറി പാക്കേജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് ആൻഡ്രോയിഡ് ഉണ്ട്, ഉബുണ്ടു ഉണ്ട്, ഡേബിയൻ ഉണ്ട്, ഫെൻഡോറ ഉണ്ട്, മാക് OS ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉബുണ്ടുവിൽ ക്ലിക്ക് ചെയ്യുക. ഉബുണ്ടുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉബുണ്ടു കമാൻഡ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോളോവിങ് കമാൻഡ്സ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മുടെ ടെർമിനലിൽ എൻ്റർ ചെയ്യണം. ടെർമിനൽ കിട്ടാനായിട്ട് Ctrl-Alt-T പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ആവും. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന കമാൻഡ്സ് 1 by 1 ആയി കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തേത് sudo സ്പേസ് dpkg സ്പേസ് -- ആഡ് ആർക്കിടെക്ചറൽ സ്പേസ് i386 എന്ന് പറയുന്ന കോഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് കോപ്പി ചെയ്ത് നമ്മുടെ ടെർമിനലിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. Ctrl-V അടിച്ചാൽ വരില്ല. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, എൻ്റർ. അപ്പം നമ്മളൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് കൊടുത്ത ശേഷം എൻ്റർ കൊടുക്കുക. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ റെപ്പോസിറ്ററി കീ ആണ്. റെപ്പോസിറ്ററി കീ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിന് നമ്മൾ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന റെപ്പോസിറ്ററി കീയുടെ കോഡുണ്ട്. ആ കോഡ് അതുപോലെ തന്നെ കോപ്പി ചെയ്യുക. നേരത്തെ കോപ്പി ചെയ്ത പോലെ കോപ്പി, ടെർമിനലിൽ പേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റെപ്പോസിറ്ററി ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കീ ആഡഡ്, എൻ്റർ. ഇനി നമ്മുടെ ഇതിൻ്റെ റെപ്പോസിറ്ററി കീ ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വെർഷൻ എന്ന് പറയുന്നത് 20.04 ആണ്. അപ്പം നമ്മൾ ആ വെർഷൻ ഇപ്പം 20.10 ഉണ്ട് നമുക്കിപ്പം 0. അത് തന്നെ ലിനക്സ് മിൻറ്റിനും ഒക്കെ അതേ സെയിം കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നെറ്റിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് വെയിറ്റ് ചെയ്യണം.
അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഡീറ്റെയിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിപ്പോസിറ്ററി കീ ആഡ് ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം അടുത്തത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പാക്കേജ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോഡാണ്. അപ്പം sudo സ്പേസ് apt സ്പേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് നമുക്കിനി ഈ കോഡ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിലുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വൈൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. sudo സ്പേസ് apt സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് -- ഇൻസ്റ്റാൾ റെക്കമെൻഡഡ് വൈൻ HQ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏത് വെർഷനാണ് വേണ്ടതെന്നുണ്ട്. ഇതിനകത്ത് സ്റ്റേബിൾ വെർഷൻ ബ്രാഞ്ചുണ്ട്, ഡെവലപ്മെൻറ്റ് ബ്രാഞ്ചുണ്ട്, സ്റ്റാംഗ്ലിംഗ് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും ആദ്യത്തെ സ്റ്റേബിൾ ബ്രാഞ്ച് നമുക്ക് കൊടുത്തു നോക്കാം. ഇത് ഞാൻ പഠിക്കുന്ന സമയത്താണ് ചെയ്തത്. അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെന്തുമാത്രം സക്സസ് ആകുമെന്ന്. ഇതിപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം അതിനുശേഷം വന്നു കഴിയുമ്പം മറ്റേ yes or no, do you want to continue എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ y or n, y മീൻസ് yes, n മീൻസ് no. അപ്പോൾ നമ്മൾ y കൊടുത്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഇനി അത് ഇൻസ്റ്റാൾ ആകുന്നതിൻ്റെ ഒരു താമസം വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് കുറച്ച് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഇൻസ്റ്റലേഷൻ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിയുമ്പം ജസ്റ്റ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏറെ സമയമെടുക്കും. നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡും അതുപോലെ തന്നെ സിസ്റ്റം കോൺഫിഗറേഷനും നോക്കിയിട്ടായിരിക്കും ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്പീഡ് വരും. അപ്പോൾ ആ സ്പീഡ് വരുമ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ആദ്യമേ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നൊരു ഇതുണ്ട്. അത് കഴിയുമ്പോൾ പ്രോസസ്സ് എന്നും പറഞ്ഞിട്ട് ഒരു മഞ്ഞ പച്ച ഷെയ്ഡിങ്ങോട് കൂടി കാണിക്കും. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈം വന്നു കഴിയുമ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കമാൻഡോ കോഡോ അടിക്കാനൊന്നും പോകരുത്. അതിനുശേഷം കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ കമാൻഡ് ലൈനിൻ്റെ എങ്ങനെയാണോ അതുപോലെ തന്നെ കാണും. ഇനി ഇൻസ്റ്റാൾ ആയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വൈൻ സ്പേസ് വെർഷൻ വൈൻ 6.0 ആണ് ഇപ്പം ഇൻസ്റ്റാൾ ആയേക്കുന്നത്. 6.0 നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. ഇനിയിപ്പം ഇത് വൈനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വൈൻ സ്പേസ് ഹെൽപ്പ് അടിച്ചാൽ മതി. അപ്പം വൈൻ്റെ ബാക്കി ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈൻ കോൺഫിഗർ ചെയ്യണം. വൈൻ കോൺഫിഗർ ചെയ്യാനായിട്ട് വൈൻ CFG മീൻസ് എന്തുവാ കോൺഫിഗറേഷൻ എന്നുള്ളതിൻ്റെയാണ് CFG എന്നുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റ് പ്രസ് എൻ്റർ. ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. നമുക്കൊരു ആപ്ലിക്കേഷനായിട്ട് ഇത് ഓപ്പണായി വരും. അതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വരുമെന്ന് നോക്കാം. കാരണം വെച്ചാൽ നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ നെറ്റിൻ്റെ സ്പീഡ് ഇത് 90% ഓഫ്ലൈനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും കുറച്ച് നേരം ഐഡിയലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ലോ വരുന്നുണ്ട്. അത് സോഫ്റ്റ്വെയറിൻ്റെ OSൻ്റെ പ്രശ്നം കൊണ്ടല്ല, അല്ലാതെ തന്നെ. അപ്പം വൈൻ മോണോ ഇൻസ്റ്റാളർ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന്, അത് .NET ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഡൗൺലോഡായി വരണം. ഇതിപ്പോൾ ഒരു അഡീഷണൽ ആപ്ലിക്കേഷനായിട്ട് തന്നെയാണ് നമുക്കിത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേറെ എന്താ പറയുക വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാക്കേജാണ്. ഈ പാക്കേജ് വഴി അപ്പോൾ ഇനി നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കിനും
വേറെ കോഡൊന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വൈൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതേത് വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എടുക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. അടുത്ത വീഡിയോയിലായിരിക്കും വൈൻ ഉപയോഗിച്ച് നമ്മളൊരു സോഫ്റ്റ്വെയർ, അതായത് .exe എക്സ്റ്റൻഷൻ വരുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഡൗൺലോഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് കോൺഫിഗർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കോൺഫിഗർ ചെയ്യാനായിട്ടുള്ളൊരു വിൻഡോ വരുമായിരുന്നു. ഇപ്പം അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചോദിക്കുന്നത്. നോട്ട് ഫൈൻഡ്. അപ്പം ഇതിനകത്ത് ഇൻസ്റ്റാൾ ആകാത്ത പാക്കേജുകളൊക്കെയാണ് ഇപ്പം അല്ലാതെ തന്നെ നമ്മളോട് ചോദിച്ച് പെർമിഷൻ മേടിച്ച് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ ഡേറ്റ ബാലൻസ് ഉണ്ടായിരിക്കണം മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യുന്നവരുടെ കയ്യിൽ. ബ്രോഡ്ബാൻഡാണ് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് നോക്കുക. മറ്റതൊരു 250 MB വരുന്നുണ്ട് ആദ്യമേ വൈൻ പാക്കേജ്. ഇതിൻ്റെ ഡാറ്റ എത്രയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇത് വേറെ ഡാറ്റയുടെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ വിൻഡോ മാത്രമാണ് വരുന്നത്. ഇത് പാക്കേജ് ആയത് കാരണം ഒന്നിലേറെ സോഫ്റ്റ്വെയറുകളാണ് ഇതിനകത്ത് റണ്ണാകുന്നത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലും ഇത് ഓടുന്നുണ്ട്. ഇനിയിപ്പം ഒരു 2 കൂടെ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പം നമ്മുടെ വൈനിൻ്റെ ആപ്ലിക്കേഷൻ പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്, ആഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും എന്താ പറയുക ആപ്ലിക്കേഷൻ ഇതിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യണോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. പിന്നെ ലൈബ്രറി കോഡുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാഫിക്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ദ മൗസ് ഇൻ ഫുൾ സ്ക്രീൻ, അങ്ങനെ ആ ഒരു ഇത് അലോ ടു വിൻഡോ മാനേജർ ഡെക്കറേറ്റ് ദ വിൻഡോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെക്കറേഷനും എന്താ പറയുക ഡെപ്തും റെസൊല്യൂഷനും ഒക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെയാണ്. പിന്നെ ഡെസ്ക്ടോപ്പ് ഇൻ്റഗ്രേഷൻ എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ഇതിൻ്റെ തീമോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക വൈൻ ഉപയോഗിച്ച് മാറ്റാനായിട്ടുള്ളതാണ്. പിന്നെ ഓഡിയോ, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സി ഡ്രൈവ്, ഒരു വെർച്വൽ സി ഡ്രൈവ് വിൻഡോസിലെ പോലെ തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആപ്ലിക്കേഷനിൽ വരിക. ആപ്ലിക്കേഷനിൽ വന്ന ശേഷം നമുക്ക് ഇതിനകത്ത് വിൻഡോസിൻ്റെ വെർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് വിൻഡോസ് 10 കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെല്ലാം വിൻഡോസ് 10 കേപ്പബിൾ ആയിട്ടുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് വിൻഡോസ് 10 കൊടുത്ത് അപ്ലൈ കൊടുക്കാം. ഓക്കെ, വിൻഡോസിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അപ്ലൈ കൊടുത്തിട്ട് കളഞ്ഞിട്ട് പോകരുത്. അപ്ലൈ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കണം. സോ വൈൻ കോൺഫിഗറേഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. ഇനി ഇതിനകത്ത് നമ്മൾ കോൺഫിഗർ ചെയ്താൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ വീണ്ടും വൈൻ CFG എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താൽ മതി. ടെർമിനലിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കോൺഫിഗറേഷൻ പേജ് കിട്ടിക്കോളും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് വൈൻ എങ്ങനെയാണ് ഉബുണ്ടു മിഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഈ കമാൻഡുകളൊന്നും ഞാൻ കൊടുക്കുന്നില്ല, പക്ഷേ നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ URL ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തങ്ങ് കയറാവുന്നതേ ഉള്ളൂ. പിന്നെ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലായിരിക്കും ഈ വൈൻ ഉപയോഗിച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന വ്യത്യാസം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ സി ഡ്രൈവ് കൂടെ അതിൽ വെർച്വലായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നോക്കണമെങ്കിൽ നമ്മുടെ ഫയൽസ് എടുത്ത ശേഷം നമ്മൾ ഇവിടെ ഹോമിൽ കൊടുത്തിരിക്കുന്ന ഫയൽസ് എടുത്ത ശേഷം ഈ 3 ലൈൻ കൊടുത്തിട്ടില്ല, ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷോ ഹിഡൻ ഫയൽസ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കതിനകത്ത് .wine എന്ന് പറയുന്നൊരു ഇത് കാണും. അതിനകത്ത് ഡ്രൈവ് C എന്നും പറഞ്ഞ് ഒരു വെർച്വൽ ഡ്രൈവ് കാണും. ഇതിനകത്ത് നമുക്ക് വിൻഡോസിൽ കാണുന്ന പോലെ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വൈൻ ഒരു ഉബുണ്ടു PC നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്.
അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉബുണ്ടു യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു ഹെൽപ്പായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഓൾമോസ്റ്റ് എല്ലാവരും വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും വിൻഡോസിലെ ആപ്ലിക്കേഷനുകളായിരിക്കും അറിയാവുന്നത്. അതുകൊണ്ട് ഈ ഒരു വൈൻ എന്ന് പറയുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൽ ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും നമുക്ക് ഉബുണ്ടുവിൽ ഈസിയായി തന്നെ റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. ബൈ, ടേക്ക് കെയർ.